ആര്യ ആൻഡ് സിബിൻ. അപ്പോൾ ഇന്നലെ അവരുടെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ നിങ്ങളൊക്കെ കണ്ടു കാണും. എന്താണെങ്കിൽ കൺഗ്രാജുലേഷൻസ് അളിയന്മാരെ, ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ അവർ രണ്ടുപേരും ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. അടിപൊളി തീരുമാനം. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ ഇനിയും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ആയി, പാർട്ട്നേഴ്സും കൂടി ആയിട്ട്, ലൈഫ് പാർട്ട്നേഴ്സും കൂടി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. വിത്ത് ഓൾ മൈ ഹാർട്ട് ഐ ആം ഗോണ സ്റ്റാർട്ട് ടു റൈറ്റ് എ നെവർ എൻഡിങ് സ്റ്റോറി മൈ ചൊക്കി, മൈ സൺ റയാൻ ആൻഡ് മൈ ഡോട്ടർ ഖുഷി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കിടിലൻ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു പോസ്റ്റ് രണ്ടുപേരും കൂടി കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുരുപൊട്ടിയ കുറേ നാട്ടുകാരെൻ്റെ മക്കളെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? രണ്ടുപേര് ജീവിതം തുടങ്ങിയെന്നുള്ളതാണ് എനിക്കറിയാത്തത്. സൈനൈഡും വിഷവും നല്ല ചേർച്ച. എഴുതിയ ചേച്ചി പിന്നെന്താണോ സർട്ടിഫൈഡ് പോയ്സൺ എന്ന് വിളിക്കല്ലേ. റിലേ മത്സരത്തിൽ ബാറ്റൺ കൈവശം വെക്കേണ്ട അടുത്ത ആൾ അത്ര മതി. ഇതൊക്കെ ഒരു സ്ത്രീയാണ് കമൻ്റ് ഇടുന്നത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അത് വേറെ വിഷയം. 6 മാസം അത് കഴിഞ്ഞാൽ വേറൊരെണ്ണം. അവൻ്റെ കുഞ്ഞിന് അവൻ നല്ലൊരു അച്ഛനല്ല താനും. എല്ലാം ഓക്കെ, പക്ഷേ മോളെ കുറിച്ച് പറഞ്ഞത് ഇപ്പോഴും വരുമോ? ഉപ്പിലിട്ടത്. അച്ഛൻ വേറെ, സ്റ്റെപ്പ് ഫാദർ വേറെ. സാഹിത്യം കൊള്ളാം കുട്ടി, ഡാഡി എന്ന് വിളിക്കുന്നതും കൊള്ളാം. സ്വന്തം ഡാഡി എവിടെ? മൂന്നാമത്തേതല്ലേ, കൂടുതൽ വർണ്ണനയൊന്നും വേണ്ട. ആര്യ ബിഗ് ബോസിലും അത് കഴിഞ്ഞ് പുറത്തും വന്നപ്പോഴും കണ്ടത് വെച്ച് ഇവൻ്റെ സ്വഭാവം അത്ര വെടിപ്പല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇതും നിങ്ങളുടെ ഒരു റോങ് ചോയ്സായി മാറാതിരിക്കട്ടെ. മറ്റൊരു കുടുംബം ഒഴിവാക്കി, അതായത് സ്വന്തം കുഞ്ഞിനെയും ഭാര്യയും ഒഴിവാക്കി വിവാഹം കഴിക്കാൻ പോകുന്നു. പ്രശസ്തിയും പദവികളും ലഭിക്കുമ്പോൾ ആത്മാർത്ഥത ഇല്ലാതാകുന്നു. നന്നായി വരട്ടെ. അതായത് പറയാനുള്ളതൊക്കെ പറയേണ്ടത് നന്നായി വരട്ടെ. ഉള്ള പ്രാക്കും ഉള്ള വേണ്ടാത്തവരൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊരു നല്ല ചോയ്സ് ആവട്ടെ, നന്നായി വരട്ടെ എന്നൊക്കെ. നന്നായി ഇതാന്ന് പറയില്ലേ, അതേമാതിരി രംഗണ്ണ സ്റ്റൈലിലുള്ള ആട്ടും തുപ്പുമാണ് നാട്ടുകാർ. എന്ത് നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ഓക്കെ, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കല്യാണം അതൊരു കീഴ്വഴക്കമായിട്ട് ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ കല്യാണം കഴിക്കുന്നു, ഫാമിലി സെറ്റപ്പിലേക്ക് മുന്നോട്ട് പോകുന്നു. ഒന്നും വർക്കൗട്ട് ആയില്ല അത് വിചാരിച്ചിട്ട് അടുത്തത് ചെയ്യാൻ പാടില്ല എന്നാണോ, കഴിക്കാൻ പാടില്ല എന്നാണോ? അത് ഒരു ബേസിക് തിങ് അല്ലേ. ഒരു മനുഷ്യൻ, ആ മനുഷ്യന് മുന്നോട്ടുള്ള ലൈഫിൽ അവൻ ഏറ്റവും കൂടുതൽ ഒപ്പം നിൽക്കുന്ന, കെയർ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവന് കെയർ ചെയ്യാൻ പറ്റിയ, അവൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട്ണർ. ഇനി ഇവർ കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ നിങ്ങൾ പറയും എല്ലാവരും പറ്റിച്ച് ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കണമെന്ന് പറയും. കല്യാണം കഴിച്ചാൽ പറയും മറ്റേത് പോയിട്ട് ഇത് പിടിച്ചു എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ പറയണം. അതാണ് ബേസിക് മെൻറ്റാലിറ്റി. അപ്പം എന്താണെങ്കിലും അങ്ങനെ കുറേ എണ്ണം കമൻറ്റ് ബോക്സിൽ തീട്ടം വാരി എറിയുന്നത് ഞാൻ കണ്ടു. ഐറ്റങ്ങളോടൊന്നും പറയാനില്ല, നടുവിരലുകൊണ്ട് നമസ്കാരം വെച്ചിട്ട് മുന്നോട്ട് പോവാം. ഞാൻ ഓൾറെഡി ഈ ആര്യയുടെ ഒരു ബൊട്ടീക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവരുടെ ഈ ഒഫീഷ്യലായിട്ടുള്ള മാരേജ് ഡിക്ലറേഷൻ വരുന്നത്. ഇതിൻ്റെ മുന്നേ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവരുടെ ഒരു നോട്ടീസ് ബോർഡിൽ പതിച്ച, എനിക്ക് തോന്നുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു സാധനമൊക്കെ അവിടെ എവിടെയും കുത്തിപ്പൊങ്ങി വന്ന സമയത്ത് എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഗതി എന്നോട് ചോദിക്കാൻ കാരണം ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല, സിബിനെ അറിയാം, ആര്യനെ അറിയാം, പിന്നെ ബിഗ് ബോസ് കണക്ഷൻസും ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ വല്ലതും അറിഞ്ഞോ എന്നുള്ള രീതിക്കാണ് ചോദിച്ചത്. പക്ഷെ നമ്മളൊരാളുടെ പേഴ്സണൽ ആ കാര്യം പോയിട്ട് ചോദിക്കുന്ന അത്ര വെടിപ്പായിട്ടുള്ള കാര്യമല്ലല്ലോ. അവർക്ക് പറയാണ്ടെങ്കിൽ അവർ പറയൂലോ, ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടുകയും ചെയ്തു. ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിബിൻ്റെ ആര്യൻ്റെ അച്ഛനല്ല, അവരുടെ കല്യാണം നടത്തി കൊടുത്തത് അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്നത്, എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങനെ തെറി പൂരമായിട്ട് കുറേ എണ്ണങ്ങൾ അങ്ങനെയും പോയിട്ടുണ്ട്. ഞാൻ സിബിനോട് വന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്താണെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ ആര്യയുടെ ബൊട്ടീക്ക് കുറേ പേർക്കൊക്കെ അറിയാം, കുറേ പേർക്കെന്നല്ല ഒരുപാട് പേർക്ക് അറിയാം. ഇപ്പോൾ സ്നേഹയ്ക്കാണെങ്കിലും എടുത്ത് വെച്ചിട്ട് kanjeevaram.in ചെക്ക് ചെയ്യാറുണ്ട് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സാരിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ kanjeevaram.in പേരിൽ ഒരുപാട് ഫേക്ക് പ്രൊഫൈലുകൾ, ഒരുപാട് ഫേക്ക് പ്രൊഫൈലുകൾ ഇൻസ്റ്റാഗ്രാമിനകത്തുണ്ട്. ഇവർ ഈ kanjeevaram.in, ഇതാണ് അവരുടെ ഒറിജിനൽ പേജ്. ഈ പേജിലിടുന്ന വീഡിയോസ് എടുത്ത് വെച്ച് അവരുടെ എന്താ പറയുക, ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് kanjeevaram_ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറേ സൈഡിൽ കാണും അവർ കുറേ ഫേക്ക് ഉണ്ടാക്കി. അതിനകത്ത് ഇവർ ഒറിജിനൽ പേജിലിടുന്ന വീഡിയോസ് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലൊരു ഇപ്പോൾ 13,000 രൂപയ്ക്കോ 15,000 രൂപയ്ക്കോ അവർ വിൽക്കാൻ വെച്ച സാധനം ഇവിടെ 2,000 3,000 എന്ന് പറഞ്ഞിട്ട് സ്റ്റാമ്പ് ചെയ്ത് എഴുതി പിടിപ്പിച്ച് ഇവർ വിൽക്കും, ഉടായ്പ കാണിച്ചിട്ട്. അങ്ങനത്തെ ടീമിനെ കൊണ്ട് ഇവർക്ക് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്കറിയുന്നൊരു പേഴ്സണൽ കേസ് പറയാം.
എൻ്റെ സിബിൻ എൻ്റെ ഫ്രണ്ടാണ്. അതുപോലെ തന്നെ യൂട്യൂബിലുള്ള എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ഈ കാഞ്ചീവരത്തിൻ്റെ ഫേക്ക് സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അവരുടെ പൈസ പോയി. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. പിന്നെ രണ്ടുപേരും അത് കേസായിട്ട് തന്നെ മുന്നോട്ട് പോയതുകൊണ്ട് ആ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ അതും അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, അതായത് ഈ ഫേക്ക് സൈറ്റുകൾ ആൾക്കാരെ എങ്ങനെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ട് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഒരു പേജിൽ നിന്ന് വേറെ പേജിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവിടെ ഇട്ടിട്ട് വിൽക്കുക. ഇതിപ്പോൾ ഈ വണ്ടി കച്ചവടത്തിലും നടക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ വണ്ടി കച്ചവടത്തിൻ്റെ പേജുണ്ട്. ആ പേജിൽ നിന്നൊക്കെ 15 ലക്ഷത്തിന് വിൽക്കാൻ വെച്ച സാധനം ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് 2.5-3 ലക്ഷത്തിന് വിൽക്കാൻ വയ്ക്കും. പൊതുവേ നാട്ടുകാരുടെ ഒരു മെൻറ്റാലിറ്റി എന്താ, കുറഞ്ഞ പൈസയ്ക്ക് നമ്മൾ അവിടെ കണ്ട സാധനം ഇവിടെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുമ്പോൾ ഇതിനു വേണ്ടി അഡ്വാൻസ് കൊടുക്കും. ഈ ബേസിക് സാധനം ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഈ ഹിന്ദി പുണ്ടകളുടെ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ വിവാഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ ഇവർ ഈ തട്ടിപ്പിൻ്റെ കാര്യം അഡ്രസ്സ് ചെയ്തിട്ട വീഡിയോ, ലൈവിൽ വന്ന് പറഞ്ഞ വീഡിയോ വെച്ചിട്ട് വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ലൈവിൽ പൊട്ടിത്തെറിച്ച് ആര്യപടായി. എന്താടാ ഇത്, ഓണത്തിനിടയിൽ പുട്ട് കച്ചവടോ, ഇത്ര കാണിക്കണേ. എന്താണെങ്കിലും ഇതൊന്നും വിവാഹത്തിനെ കുറിച്ച് ഇവർ പറയുന്നതല്ല, ഈ ബുട്ടീക്കിൻ്റെ ഇഷ്യൂസ് പറയുന്നതാണ്. ഈ സ്കാം, അതായത് ഇവരെ പേരിൽ ബാക്കിയുള്ള ആളുകൾ നടത്തുന്ന സ്കാമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന് കുറച്ച് ഇവരിട്ട ലൈവിൻ്റെ വീഡിയോസിന് കുറച്ച് പോർഷൻസ് ഇവിടെ വയ്ക്കാം. Now, this is not the first time we are doing a video on the same issue. നമുക്ക് ആ പഴയ വീഡിയോ ഒന്ന് എടുത്തരും. we have done a video addressing the similar issue. ഈ സെയിം സ്കാം ഇഷ്യൂനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ പേജാണ്. ദിസ് ഇസ് അവർ പേജ് കേട്ടോ. ഇത് ഞങ്ങളുടെ പേജാണ്, kanjeevaram.in. ഇതാണ് ഞങ്ങളുടെ ലോഗോ. 1404 പോസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ടോട്ടൽ. വി ഹാവ് 274K ഫോളോവേഴ്സ്. പിന്നെ ഞങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡിങ് അവർ കോൺടാക്ട് നമ്പേഴ്സ് ആൻഡ് എവറിത്തിങ് ഇസ് ഗിവൺ റൈറ്റ് ഹിയർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് ഈ ഒരു ഒറ്റ പേജേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളുടെ ഒഫീഷ്യൽ. This is our original page. 100 counts pure linen saree with these beautiful copper gold saree borders. So this is the video that is circulating now via a fake page. ഇത് ഇപ്പൊ ഞാൻ ഈ പ്ലേ ചെയ്തിരിക്കുന്നത് ഇസ് അവർ ഞങ്ങളുടെ വീഡിയോ തന്നെയാണ്. ബട്ട് പ്ലീസ് ലുക്ക് അറ്റ് ദിസ് ഇസ് പോസ്റ്റഡ് ഇൻ അവർ ഒറിജിനൽ അക്കൗണ്ട് kanjeevaram.in ആൻഡ് അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. ദിസ് വീഡിയോ was posted in 2023. ഞങ്ങളുടെ വീഡിയോയില് ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് എഴുതിയിടില്ല. പ്രൈസ് 2000 എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി ഒരു വീഡിയോയിലും ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് മെൻഷൻ ചെയ്യില്ല. അവർ പ്രൈസസ് ആർ മെൻഷൻഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. എല്ലാ വീഡിയോസിന്റെയും താഴെ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലാണ് ഞങ്ങൾ പ്രൈസ് മെൻഷൻ ചെയ്യുന്നത്. ഓൾ ആർ വീഡിയോസ്, നോട്ട് ദ ഓൾഡ് വീഡിയോസ്, ബട്ട് എനിക്ക് തോന്നുന്നു 2023 ഓൺവേർഡ്സ്, 23 ഓൺവേർഡ്സ് തൊട്ടുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ you will see that we have mentioned all the prices in the description below. We never only on YouTube we put the prices, like YouTube shorts la nammal ingane idarunde. But with a title and price. ഇത് ഞങ്ങളുടെ ഫോർമാറ്റ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആര്യയുടെ ഒരു എക്സ്പ്ലനേഷൻ ഈ ഒരു കാര്യത്തിലുള്ളത്. അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വീഡിയോസ് തൂക്കിക്കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കാഞ്ചീവരത്തിൻ്റെ പേരിൽ ഫേക്ക് പേജ് ഉണ്ടാക്കുന്നു, അതിൽ ഇവന്മാർ ഈ സാധനങ്ങൾ ഇടുന്നു. ഇതിൽ കസ്റ്റമേഴ്സ്, ഇതിപ്പോൾ കാഞ്ചീവരത്തിൻ്റെ കേസ് മാത്രമല്ല, എല്ലാ ഓൺലൈൻ ഇ കൊമേഴ്സ് സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവരും, ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെ കേസല്ല പറയുന്നത്, അതിലും പറ്റിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. അത് അവർ ആമസോണോ ഫ്ലിപ്കാർട്ടൊക്കെ ഓതറൈസ് ചെയ്തിട്ടുള്ള ഡീലേഴ്സ് ഉണ്ട്, അവരിൽ നിന്ന് എടുക്കാൻ നോക്കുക. അല്ലാത്ത പക്ഷം ഈ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സാധനം വാങ്ങുന്ന ഒരാളാണ്, ചില പേജുകളുടെ വൻ ഉടായിപ്പായിരിക്കും. ഓക്കെ, അവരുടെ പേഴ്സണൽ QR ഒക്കെ തന്നിട്ട് നമ്മളോട് മെസ്സേജ് അയക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ കാഞ്ചീവരത്തിൻ്റെ കേസിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം, അവരൊരു രജിസ്റ്റേർഡ് ഫേമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു QR അയച്ചു വരുമ്പോൾ അത് ഏതെങ്കിലും ഒരുത്തൻ്റെ പേരിലുള്ളതായിരിക്കില്ല, അത് ആ കമ്പനിയുടെ പേരിലുള്ള QR ആയിരിക്കും. അത് ബേസിക് സാധനമാണ്, അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. പിന്നെ ഇങ്ങനത്തെ സ്കാമേഴ്സിനോട് നമ്മൾ വാട്സാപ്പിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ വാട്ട് ദേ ആർ അപ് ടു എന്നുള്ളത്. കാരണം അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. അവർ ഈ കോൾ സെൻറ്റേഴ്സ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സ്കാമിങ് പ്രൊസീജിയറാണത്. അതായത് അവർക്ക് ബേസിക്കലി ഒരു 1-2 പേജുകൾ കൊടുക്കും,
ആ പേജിൽ ഇങ്ങനെ സാധനങ്ങൾ വരും. അത് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ഫേക്ക് പേജിൽ ഇടണം. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ കുറേ സാധനങ്ങൾ അയക്കണം, QR കോഡ് അയക്കണം, പൈസ വാങ്ങി എടുക്കണം അഡ്വാൻസ്, എന്നിട്ട് അവരെ പറ്റിക്കണം. ഇത് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് വെച്ച പോലെയാണ് ഈ സെറ്റപ്പ് മുന്നോട്ട് പോകുന്നത്. ഈ ആര്യയുടെയും സിബിൻ്റെയും കേസിലാണെങ്കിൽ പോലും ഇവർ പോയി കേസ് കൊടുത്തതിന് ശേഷം കേരള പോലീസ് പറയുന്നത് എന്താ അറിയോ, നിഗൂഢമായിട്ട് പ്രവർത്തിക്കുന്ന എന്തോ വലിയ സെറ്റപ്പാണ്, ഇവരൊന്നും പിടിക്കാൻ പറ്റില്ല, ഇവരെന്തോ വൻ ടീമാണ്, റോക്കി ബായിൻ്റെ കൊച്ചുമക്കളാന്നൊക്കെയാണ് പറയുന്നത്. സോ ദീസ് പീപ്പിൾ ആർ ബേസിക്കലി ഫ്രം വില്ലേജ് ഏരിയ. നോർത്ത് ഇന്ത്യയിൽ ഉള്ള വില്ലേജസിലുള്ള വലിയ വലിയ ടീംസ്, അവിടെയുള്ള പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്കാം ഇപ്പോൾ നടക്കുന്നത്. ഇത് ഓൾറെഡി റിപ്പോർട്ടഡ് സ്കാം ആണ്. ഇതിന്റെ പേരിൽ കേസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇവരെ പിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഏരിയ എന്നാണ് ഇവർ വരുന്നത്, അങ്ങനത്തെ ഒരു ഏരിയ എന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ പോലീസിനും ഒന്നും ഒരു ആക്സസ് ഇല്ല. They cannot do anything about it. സ്കാമിന്റെ സമയത്ത് കേസ് ഫയൽ ചെയ്തപ്പോൾ നമുക്ക് പോലീസ് തന്ന റിപ്പോർട്ട് ഇതാണ്: this is a huge scam, this is a huge team from North India and we cannot do anything about it. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇത് ആക്ച്വലി എൻ്റെ തന്നെ ഫ്രണ്ട്സ് പലരും ഇതേപോലെ ഓൺലൈനിൽ നിന്ന് ഇതേമാതിരി സാധനങ്ങൾ വാങ്ങാൻ പൈസ കൊടുത്തിട്ട് പൈസ പോയ വിഷയങ്ങളിൽ അവർ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും പോകുമ്പോൾ അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇത് തന്നെയാണ്. ഈവൻ മോർഫഡ് ഫോട്ടോ വീഡിയോൻ്റെ വിഷയത്തിൽ ഹെലൻ ഒരു വട്ടം പോയപ്പോഴും കൊടുത്ത അവരുടെ റിപ്ലൈ ഇതാണ് നമ്മുടെ പോലീസിൻ്റെ. അതായത് ഇങ്ങനത്തെ ഓൺലൈൻ തട്ടിപ്പുകൾ പിടിക്കാൻ ഇവിടെ വയ്യ, നടക്കുന്നില്ല, എന്തോ വലിയ സെറ്റപ്പിലാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലീസിനെ തട്ടിക്കളയുന്നുള്ള രീതിയിലുള്ള മാഫിയ ഗുണ്ടകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അത് ഒഴിവാക്കി കളയുകയാണ്. അവരാരും ഇത് എന്താ പറയുക, 1-2 കേസുകൾ പിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയുള്ളൂ. ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ കാഞ്ചീവരത്തിൻ്റെ പേരിൽ നടക്കുന്ന സ്കാമിൽ ഇവരെ ഭയങ്കര വറീഡാണ്. ദയവ് ചെയ്തിട്ട് ഇവരുടെ ഒഫീഷ്യൽ പേജ് നിങ്ങൾ വെരിഫൈ ചെയ്യുക, പ്ലസ് അതിൽ കൊടുത്ത നമ്പേഴ്സിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഇത് സ്കാമർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരായിട്ട് ഒരു 10 മിനിറ്റ് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇംഗ്ലീഷൊക്കെ വളരെ എന്താ പറയുക, ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉള്ള കാലത്ത് പോലും അവർക്ക് അതുപോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് അയക്കാൻ അറിയാത്ത വിഡ്ഢികളാണ്. അപ്പോൾ പോലും അവർ ഉപയോഗിക്കില്ല മര്യാദയ്ക്ക്. അവർക്കിപ്പോൾ എന്താ പറയുക, ഹിന്ദി കലർന്നൊരു ഇംഗ്ലീഷ് എന്ന് പറയില്ലേ, ആ സാധനം നമ്മൾ മംഗ്ലീഷ് പറഞ്ഞവരുടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് അവർ ചാറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്ലസ് ഈ പറഞ്ഞ QR കോഡ് കിട്ടുന്ന സമയത്ത് ഒരു റെപ്യൂട്ടഡ് ഫേം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും QR കോഡ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിക്ക് നിങ്ങളോട് അയക്കാൻ പറഞ്ഞാൽ ദയവ് ചെയ്തിട്ട് അയക്കാതിരിക്കുക. അങ്ങനെ കാഞ്ചീവരത്തിൻ്റെ സീന് ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഈ ഒരു സാധനം ഡിക്ലെയർ ചെയ്യുമ്പോഴും ഈ സാധനം അവർക്ക് ഭയങ്കരമായ ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയുന്നവർ പോലും പോയി പെടുന്നൊരവസ്ഥയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ഈ സ്കാമേഴ്സിൻ്റെ അടുത്ത് പോയി പെട്ടതും അതിനുശേഷം ഇവരെ വിളിച്ചതും. പിന്നെ അത് ഭയങ്കര എസ്കലേറ്റഡ് ആയി ആ കേസ്. ഓക്കെ, ഇപ്പം അത് കേസായിട്ട് തന്നെ 2 കൂട്ടരും മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സ്ക്രീൻ ഇവിടെ വയ്ക്കാം. അന്ന് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വീഡിയോയുടെ ഒരു പോർഷൻ വേണമെങ്കിൽ ഞാനിവിടെ പ്ലേ ചെയ്യാം. കാഞ്ചീവരം സിൽക്ക് സാരി. ഞാൻ ഈ പ്രൊഫൈൽ നോക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ദേ നമ്മുടെ ബഡായി ആര്യയാണ് ഇതിൽ വന്നിരിക്കുന്നത്. 3000 രൂപയാണ് പ്രൈസ് കാണിച്ചേക്കണേ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 2500 പൈസ. അപ്പം ഞാൻ വിചാരിച്ചത് ഈ പെണ്ണുമ്പിള്ള ഈ പറഞ്ഞവരെ പ്രൈസൊക്കെ ഇത്തിരി കുറച്ചോ. ഈ സാരിയല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ ആര്യയുടെ സൗണ്ടാണ് കേട്ടോ ഇത്. ഈ സാരി എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നമ്മളെന്തെന്നാ ഫേക്ക് ഐഡി ആണെന്ന് നോക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ആര്യയുടെ വീഡിയോയിൽ ആവർത്തിച്ചൊന്നും ആര്യയുടെ പ്യുവർ സൈറ്റിലൊന്നും ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം സ്ഥിരം ഫോളോവേഴ്സിന് ശരിക്കും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നവർ കാണാൻ പറ്റും. ഇതേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നു, ഞാൻ ഉറപ്പ് വരുത്തുന്നു. നേരെ പോയി ഇതേ ഈ ഒരു QR കോഡാണ് എനിക്ക് അയച്ചു തരുന്നത്. 2000 രൂപ ഈ QR കോഡിലേക്ക്. രാഹുൽ എന്ന് പറഞ്ഞൊരു പേരാണ് അതിൻ്റെ മേളിൽ അയച്ചിരിക്കുന്നത്. പക്ഷേ പൈസ പോയിരിക്കുന്നത് ഇവിടെയാണ്. എവിടെ? ഫർഹാൻ ഖാൻ എന്ന് പറഞ്ഞവരിൽ 2000 രൂപ. പിന്നെ എനിക്ക് സംശയം തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോയിട്ട് ഇവിടെ ഇവരോട് ചോദിച്ചായിരുന്നു. എന്ത് ചോദിച്ചു? ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇത്രയും പൈസ ഇങ്ങനെ കൂടുതൽ, 550 രൂപ ഇവർ ഷിപ്പിംഗ് ചാർജ് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നിയത് ഫേക്കാണെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി പോയി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആളുടെ എന്താണ് ഈ കാഞ്ചീവരം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തു. വേറെ സെർച്ച് ചെയ്തു പോയിട്ടോ. വേറെ സെർച്ച് ചെയ്യണം കൂടി ഞാൻ കാണിച്ചു തരാം. കാരണം എന്നറിയോ, അല്ലെങ്കിൽ അവർ പറയും ചെയ്തിട്ടില്ലെന്ന്. ഇതെല്ലാം കോമഡി. ഇതേ ആര്യ ബഡായി ഇവരുടെ ഈ ഒരു പോസ്റ്റിന് താഴെ പോയിട്ട് ഞാൻ കമൻറ്റ് ചെയ്തു, നിങ്ങൾ എന്താ ആളെ പറ്റിക്കുവാണ്, 2000 റുപ്പീസ് സാരിക്ക് പറഞ്ഞു. ആ ക്യാഷ് അയച്ചു കൊടുത്തപ്പോൾ ലോകത്തൊന്നുമില്ലാത്ത 550
രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നീട് ചോദിക്കുന്നു. ഇതാണ് എൻ്റെ കമൻറ്റ്. അതും ഞാൻ വിട്ടില്ല. ഇവരുടെ സൈറ്റ് ഉണ്ട്, കാഞ്ചീപുരം എന്ന് പറഞ്ഞ സൈറ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കാഞ്ചീപുരം വേറൊരു പേജ്, നമ്മളാരും അറിഞ്ഞിട്ടില്ല. വേറെ എവിടെയെങ്കിലും ഇവിടെ ഒന്നും വീഡിയോ ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരു കേസ് ഫയൽ ചെയ്തതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് എനിക്കറിയില്ല. ഇവരെ പേജിൽ ഇട്ടിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ഇവരെ സ്റ്റാഫിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ മാന്യമായിട്ട് ആൾ സംസാരിച്ചു. പക്ഷേ ആസ് എ കസ്റ്റമർ പൈസ പോയാൽ എനിക്ക് മാന്യത ഉണ്ടാവത്തില്ല. കാരണം എൻ്റെ പൈസ പോയതിന് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തതിൻ്റെ പ്രൂഫ് ചോദിച്ചപ്പോൾ അവർക്കില്ല. മനസ്സിലായി? കേസ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ ഈ പരിപാടി ഒപ്പിക്കണേന്ന് തന്നെ ഞാൻ ചോദിച്ചതേ. ഇവിടെയും ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ വേറെ ഒരു ഫേക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. അവിടെ ക്യാഷ് പോയപ്പോൾ ആണ് നിങ്ങളുടെ പേജ് നോക്കി വന്നത്. നിങ്ങളത് ഇൻഫോം ചെയ്യേണ്ടതല്ലേ? നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് അവർ ആ സ്കാമിൽ പോയി പെട്ടത്? അതായത് ഈ സ്കാമേഴ്സിന്റെ പേജിൽ ഇവർ പോയി പെട്ടത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ കാശ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് പോയ ആൾക്ക് എങ്ങനെ ഒരു സങ്കടം വരൂടെ? മനസ്സിലായില്ല? ആ സങ്കടത്തിന്റെ മുകളിലായിരിക്കാം ചിലപ്പോൾ അവർ ഒറിജിനൽ ആളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ട്. ആ ഇമോഷണൽ ഔട്ട് ബേസ്റ്റിൻ്റെ മുകളിൽ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി, പിന്നെ അത് കേസിലേക്ക് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആര് കാരണം? ഏതോ ഗുജറാത്തിലോ ബീഹാറിലോ ഇരിക്കുന്ന മധ്യപ്രദേശിലോ ഇരിക്കുന്ന ഒരു തെണ്ടിക്കാരനാണ് ഇവിടെ ഈ രണ്ടുപേര് തമ്മിൽ അടിയും കച്ചറയായി പൈസയും പോയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. സോ ബേസിക്കലി ആസ് എ കസ്റ്റമർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മളൊരു ഫേക്ക് പേജിൻ്റെ അടുത്തോ ഒരു ഫേക്ക് പേഴ്സൻ്റെ അടുത്തോ അല്ല നമ്മളുടെ ഡീല് നടത്തുന്നത്. നമ്മൾ തന്നെ വെരിഫൈ ചെയ്തേ പറ്റൂ. ഇനി അല്ല അത്രയും ഒറിജിനാലിറ്റിയിൽ ഫേക്ക് ചെയ്യാൻ നടക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇങ്ങനത്തെ ഒരു കേസ് വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യമില്ല മക്കളെ, അവരെ കൊണ്ട് തീർപ്പാക്കി തരാനും പറ്റില്ല. പിന്നെ ഇതേപോലെ ബിസിനസ് പേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ പ്ലീസ് ദേ മേക്ക് ഷുവർ എന്തെങ്കിലും സ്കാമോ കാര്യങ്ങളോ അവരെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് ആ സ്പോട്ടിൽ അവരുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോറി ഇടാം. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ സ്റ്റോറി ഇടാം, അല്ലെങ്കിൽ പോസ്റ്റ് ഇടാം. ഓക്കെ, അത് ചെയ്തേ നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ പേരിൽ ഒരു സ്കാം നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളെ വ്യൂവേഴ്സിനെ അറിയിക്കേണ്ടത് നിങ്ങളെ ബാധ്യതയാണ്. അതും നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യണം. ഓക്കെ, എന്താണെങ്കിലും കല്യാണമൊക്കെ അടിച്ചു പൊളിക്കാനുള്ള പ്രിപ്പറേഷൻസിൽ ആരെയും സിവിന് മുന്നോട്ട് പോട്ടെ. കല്യാണത്തിന് പൊളിച്ചിട്ടുണ്ട്, എന്തായാലും പോകണം, സെറ്റാക്കണം, തകർക്കണം, പൊളിക്കണം. അതിനിടയിലാണ് കുറേ സ്കാമന്മാർ പോയിട്ട് ഈ പരിപാടി ഒപ്പിച്ചത്.